ഇന്ത്യയുടെ ആത്മീയ ചിന്ത ലോകത്തോളം വളർത്തിയ സ്വാമി വിവേകാനന്ദന്റെ 122ാം ചരമവാർഷികമാണിന്ന്. വേദാന്തങ്ങളും യോഗയും ഇന്ത്യൻ തത്വചിന്തകളും പാശ്ചാത്യ ലോകത്തെത്തിച്ചത് സ്വാമി വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങളാണ്. ഇന്ത്യൻ ദേശീയതയുടെ ശബ്ദമായാണ് സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തെ ലോകം കാണുന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ നടത്തിയ ഈ പ്രസംഗം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ശബ്ദം പോലെ പ്രതിധ്വനി കൊണ്ടു. സത്യം ഒന്നേയുള്ളൂവെന്നും അതിലേക്കുള്ള എല്ലാ പാതകളും അംഗീകരിക്കപ്പെടണമെന്നുമായിരുന്നു ആ സന്ദേശത്തിന്റെ കാതൽ. 1863 ജനുവരി 12-ന് കൊൽക്കത്തയിലെ ഒരു ബംഗാളി കുടുംബത്തിലാണ് വിവേകാനന്ദന്റെ ജനനം. വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. തത്വചിന്ത, മതം, സാഹിത്യം, വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവ വ്യാഖ്യാനിച്ച് വിവേകാനന്ദൻ ഇന്ത്യൻ ചിന്തകൾക്ക് പുതിയ മാനം നൽകി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള പ്രഥമ മാർഗമായാണ് വിദ്യാഭ്യാസത്തെ അദ്ദേഹം കണ്ടത്. കേരളത്തിലെത്തിയ സ്വാമി വിവേകാനന്ദൻ അയിത്തവും തീണ്ടലും കണ്ടാണ് ഈ നാടിനെ ഭ്രാന്താലയമെന്ന് വിളിച്ചത്. ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളുമായി നവോത്ഥാന നീക്കം ആരംഭിക്കുന്നത് സ്വാമി വിവേകാനന്ദനെ മൈസൂരുവിൽ വെച്ച് കണ്ടതിനു ശേഷമാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ തപസ്സിരുന്ന വിവേകാനന്ദൻ കേരളത്തിൽ കൊച്ചിയിലും പാലക്കാട്ടും എത്തിയിട്ടുണ്ട്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.